ഇന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം എന്ന നിലക്ക് ആഘോഷിച്ചു. എന്താണ് സ്വാതന്ത്ര്യ ദിനം? അത് നമ്മുടെ രാജ്യത്തെ ബ്രിട്ടീഷ് ശക്തികൾ അവര് പിടിച്ചെടുത്ത് ഭരിക്കുകയായി വർഷങ്ങളോളം. അപ്പോൾ അവരോട് മല്ലിട്ടുകൊണ്ട് നമ്മുടെ പൂർവികർ നമ്മുടെ രാജ്യത്തെ നമുക്ക് സ്വതന്ത്രമാക്കി തന്നതിന്റെ വാർഷികം. ഈ വാർഷികം കൊണ്ടാടുമ്പോൾ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന 148 കോടി മെമ്പർമാരിലെ ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിലേക്ക് ഈ ദിവസം കോരി ഇടുകയാണ്. എന്താണ് കോരിയിടുന്നത്? അത് ഇനി ഒരിക്കലും ഈ രാജ്യത്തെ മറ്റൊരു കൂട്ടർ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ വരാൻ പാടില്ല എന്ന ചിന്ത. എപ്പോഴാണ് ഈ തട്ടിപ്പറിച്ചു കൊണ്ടുപോകൽ? അത് സാധനം സൂക്ഷിച്ച് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കപ്പാസിറ്റി കുറയുമ്പോൾ. അപ്പോ ഇന്ത്യയിലുള്ള ഒരൊറ്റ വ്യക്തിയുടെയും കയ്യിൽ ബോണ്ട് ഇല്ലാതെ പോകരുത്, കരുത്ത് ഇല്ലാതെ പോകരുത്, തട്ടിപ്പറിക്കാനുള്ള ഒരവസരം കൊടുക്കരുത്. ആ ഒരു ആത്മവിശ്വാസം വെച്ചു പുലർത്തലും അതിനുള്ള ഒരു കരുത്ത് നേടലുമാണ് ഈ ആഘോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരിക്കലും ഒരു ബ്രിട്ടീഷിനോ അമേരിക്കക്കോ റഷ്യക്കോ മറ്റാർക്കും നമ്മുടെ നാട് തട്ടിക്കൊണ്ടു പോകാൻ കഴിയരുത്. അവർക്കതിന് കഴിയാതിരിക്കണമെങ്കിൽ എന്തു വേണം? നമ്മുടെ രാജ്യം സ്വയം പര്യാപ്തി പ്രാപിക്കണം. ഒന്ന്, സംസ്കാരത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തി. നല്ല ഒരു സംസ്കാരം ഇന്ത്യയിൽ ഉണ്ടാകുമ്പോഴാണ് ഇതിനെ തട്ടിപ്പറിക്കാൻ ആർക്കും ധൈര്യം വരാതിരിക്കും. ഇവിടെ തുണി ഉടുക്കാതിരിക്കുകയും മൂത്രിച്ചിട്ട് കഴുകാതിരിക്കുകയും റോഡ് സൈഡിൽ കാഷ്ടിക്കുകയും മുടി വെട്ടാതിരിക്കുകയും ഇങ്ങനെയുള്ള ഒരു മനുഷ്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും തോന്നും ഇവരെ കീഴടക്കാം. അപ്പൊ സാംസ്കാരികമായ ഉന്നതി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കണ്ണ് പതിയാതിരിക്കാൻ, തട്ടിപ്പറിയുടെ കണ്ണ് പതിയാതിരിക്കാനുള്ള ഒരു കാര്യം. രണ്ടാമത്തെ ഒരു സ്വയം പര്യാപ്തി എന്ന് പറയുന്നത് ഫുഡിന്റെ കാര്യത്തിൽ. ഈ രാജ്യത്ത് എത്ര തന്നെ കോടി ജനങ്ങൾ ഉണ്ടായാലും അവർക്ക് ഭക്ഷ്യസാധനങ്ങൾ പുറത്തു നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവാതെ ഈ നാട്ടിൽ തന്നെ അത് വിളയിപ്പിച്ചെടുക്കാനുള്ള കരുത്ത് ഈ രാജ്യം ആർജിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യത്തെ മുതലെടുത്തുകൊണ്ട് ആർക്കും ഇങ്ങോട്ട് കടന്നു വരാൻ സാധ്യമാണ്. ഈ ഭക്ഷ്യപരമായ സമൃദ്ധി എന്ന് പറയുന്നത് അതല്ലെങ്കിൽ ആളുകളുടെ എണ്ണത്തിനനുസരിച്ചുകൊണ്ട് വയറ്റിലെ വിഭവങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ആളുകൾ പെരുകുന്നതിനനുസരിച്ചുകൊണ്ട് കാർഷിക നോളജ് വർദ്ധിക്കുമ്പോഴാണ്. ഇന്നലെ 130 കോടിയാണെങ്കിൽ നാളെ അത് 150 കോടിയാകുമ്പോൾ ഒരു 20 കോടി ആളുകൾക്ക് കൂടി തിന്നാൻ എങ്ങനെയാണ് അധികം നെല്ലുണ്ടാക്കുക? എങ്ങനെയാണ് അധികം വാഴപ്പഴം ഉണ്ടാക്കുക? എങ്ങനെയാണ് അധികം വാർലി ഉണ്ടാക്കുക? അപ്പൊ ഇന്നലെ വരെയുള്ള കർഷകരായ നമ്മുടെ പിതാക്കന്മാരുടെ കാർഷിക അറിവ് മതിയാവില്ല. 20 കോടി ഒരൊറ്റ ദിവസം കൊണ്ട് പെരുകുകയാണെങ്കിൽ അവർക്ക് കൂടി തിന്നാൻ പറ്റുന്ന അത്യുൽപാദന ശേഷിയുള്ള വിഭവങ്ങളെ കൃഷി ചെയ്യാൻ വേണ്ടിയുള്ള അഗ്രികൾച്ചറൽ വിവരം ആർജിക്കുമ്പോഴാണ്.
അള്ളാഹു ഇത് കൊടുക്കാൻ തയ്യാറാണോ? ഖുർആൻ പറയുന്നത് അല്ലമൽ ഇൻസാനമാ ലം യഅലം, ഇന്നലെ വരെ അറിയാത്തത് എന്ന് മനുഷ്യന് അള്ളാഹു തആല നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഈ കാർഷിക മേഖലയിൽ അഗാധമായ ശാസ്ത്രീയ ഗവേഷണങ്ങളാണ് ആവശ്യമായത്. നിങ്ങളെപ്പോലെയുള്ള ആളുകളെ വെള്ളക്കുപ്പായം ഇട്ടാലും ശരി, വെള്ള തലക്കെട്ട് കെട്ടിയാലും ശരി, തസ്ബീഹ്മാല കയ്യിൽ തന്നാലും ശരി, അതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ നിങ്ങളെ കരുത്താർജിപ്പിക്കുകയാണ്. എന്തിലേക്ക്? കാർഷിക മേഖലയിലേക്ക് പുതിയ സംഭാവനകൾ കാഴ്ചവെക്കുക. 3 മാസം കൊണ്ട് നെല്ല് വിളയിപ്പിക്കാനേ പഴയവർക്ക് അറിയാമായിരുന്നുള്ളൂ എങ്കിൽ 45 ദിവസം കൊണ്ട് നെല്ല് വിളയിപ്പിക്കാൻ അതിനുശേഷമുള്ളവർക്ക് കഴിയും. ഇപ്പോൾ 45 ദിവസം കൊണ്ടാണ് നെല്ല് വിളയിപ്പിക്കുന്നത് എങ്കിൽ ഇനി അത് 15 ദിവസം കൊണ്ട് നെല്ല് വിളയിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യ, അത് കണ്ടുപിടിക്കൽ ഇന്നത്തെ പുസ്തകമെടുക്കുന്ന വിദ്യാർത്ഥികളായ നിങ്ങളുടെ ചുമതല. ആ 15 ദിവസം വീണ്ടും ചുരുങ്ങി 10 ദിവസം കൊണ്ട് തന്നെ നെല്ല് നെല്ലാക്കിയെടുക്കാൻ കഴിയുന്ന അറിവ് ആർജിക്കുക എന്നുള്ളത്. ഒരു കോഴിയിൽ നിന്ന് കോഴിമുട കിട്ടുന്നതിന് വേണ്ടി ഇത്രയും ദിവസങ്ങളാണ് എടുക്കുന്നത് എങ്കിൽ ഒരു ദിവസം തന്നെ 3 പ്രാവശ്യം കോഴിയെ കൊണ്ട് മുടയിടിപ്പിക്കാൻ സഹായകമാകുന്ന എന്തൊരു ടെക്നോളജിയാണ് ഉള്ളത് എന്നുള്ളത് കണ്ടുപിടിക്കലാണ് അല്ലമൽ ഇൻസാനമാ ലം യഅലം എന്ന് പറഞ്ഞത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വാഹനങ്ങൾ റോഡിൽ നിറഞ്ഞതിന്റെ പേരിൽ അവർക്ക് ബ്ലോക്ക് 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 എന്നൊരു പല്ലവി മാത്രമായിട്ടാണ്. എന്നാൽ ബ്ലോക്ക് ഇല്ലാത്ത വിധത്തിൽ സഞ്ചരിക്കാൻ സഹായകമാകുന്ന അതിവേഗ യാത്രയ്ക്ക് എന്തുണ്ട് മാർഗം എന്നുള്ളത് കണ്ടുപിടിക്കുകയും അങ്ങനെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടലില്ലാതെ 5 പേർക്കോ 10 പേർക്കോ സഞ്ചരിക്കാൻ പറ്റത്തക്ക വിധത്തിൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ വണ്ടി ഏർപ്പാടാക്കുക എന്ന് വെച്ചാൽ കാറ്റിന്റെ സഹായത്തോടുകൂടെ പാറി നടക്കാൻ പറ്റുന്ന വിമാനമല്ലാത്ത ചെറുകിട വാഹനങ്ങൾ കൂട്ടിമുട്ടാത്ത രൂപത്തിൽ അന്തരീക്ഷത്തിൽ എങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കും? ഒരു 10 പേർക്ക് ഇവിടെ നിന്ന് കോഴിക്കോട്ടെത്തണമെങ്കിൽ അത് ഓരോരുത്തർക്കും ഓരോ മണിക്കൂർ നഷ്ടപ്പെടുക എന്നതിന് പകരം കേവലം 10 മിനിറ്റ് കൊണ്ട് കോഴിക്കോട്ടേക്ക് 10 പേർക്ക് ഒന്നിച്ചെത്താൻ പറ്റുന്ന, അതേ അവസരത്തിൽ കൂട്ടിയിടിക്കാൻ പറ്റാത്ത ഒരു പടക്കൽ എങ്ങനെയാണ് സുലൈമാൻ നബി സാധിച്ചെടുത്തത്? മുഅ്ജിസത്തിലൂടെ. എന്നാൽ മുഅ്ജിസത്തിന് പകരം ആദിയായ മാർഗത്തിലൂടെ അതെങ്ങനെ സാധിക്കും? ശ്രമിച്ചാൽ കിട്ടുമെന്നാണ് അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഈ നിലക്ക് സാങ്കേതിക മേഖലയിൽ, കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തി ഇന്ത്യയിലെ ജനങ്ങൾ കൈവരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ രാജ്യത്തെ റാഞ്ചിക്കൊണ്ടുപോകാം. മാഹി എനിക്ക് കൈയടക്കാമെന്ന് ഫ്രഞ്ച് കരുതുന്നതല്ല, ഗോവ എനിക്ക് കൈയടക്കാമെന്ന് ഫ്രഞ്ച് കരുതുന്നതല്ല, കൊച്ചി എനിക്ക് കൈയടക്കാമെന്ന് ഡച്ചുകാർ കരുതുകയില്ല. അല്ലാത്ത പക്ഷമാണെങ്കിലോ ഇവിടെ ഇങ്ങനെ തുണി കൊടുക്കാതെയും അതുപോലെ തന്നെ കക്ഷം പിടിക്കാതെയും താടി എത്രയെങ്കിലും നീട്ടിയിട്ടും നടക്കുന്ന കോമരങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇവരെ വളരെ പെട്ടെന്ന് എനിക്ക് പുകച്ചിലാക്കാമെന്ന് കരുതിക്കൊണ്ട് പുറം രാജ്യത്ത് നിന്ന് ആളുകൾ വരിക തന്നെ. അപ്പൊ നാം എന്തിനു വേണ്ടി സർവകലാശാലകൾ കൊണ്ടു നടത്തുന്നു, എന്തിന് പള്ളി ദർസുകൾ കൊണ്ടു നടത്തുന്നു, എന്തിന് അറബി കോളേജുകൾ കൊണ്ടു നടത്തുന്നു ചോദിച്ചാൽ അതിന് ഒരു മറുപടി ആഖിറം സുരക്ഷിതമാക്കുക എന്നതാണെങ്കിൽ അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു മറുപടി ഇന്ത്യയെ സുരക്ഷിതമായി നിലനിർത്തുക എന്നതിന്റെ നോളജ് ആർജിക്കുന്നതിന് വേണ്ടി എന്ന് കൂടിയാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസം സയൻസ് തലത്തിലും കൊമേഴ്സ് തലത്തിലും കിതാബിയ തലത്തിലും എത്ര കണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ അത്രയും മുന്നോട്ട് കൊണ്ടുപോയി രാജ്യത്തെ ഭദ്രതയിൽ നിർത്തുക എന്ന ഒരു പ്രതിജ്ഞയായി ഈ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷങ്ങൾ മാറേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മെ എല്ലാ ബുദ്ധിമുട്ടുകളിലും രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ രാഷ്ട്രത്തെയും അല്ലാഹു എല്ലാ അപകടങ്ങളിലും രക്ഷിക്കുമാറാവട്ടെ. ഇന്ത്യക്കാർക്ക് ആവശ്യമാകുന്ന സ്വയം പര്യാപ്തി എല്ലാ അർത്ഥത്തിലും അല്ലാഹു തആല നൽകുമാറാവട്ടെ. ഈ രാജ്യത്തിൽ നിന്ന് ഒരു കക്ഷി മറ്റൊരു കക്ഷിയോട് ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഗീയ കലാപത്തിന്റെ വേദിയായി മണ്ണ് മാറാതിരിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാം.